പാലപ്പത്തിൻ്റെ അതേ മാവ് നമുക്ക് ഉണ്ണിയപ്പക്കരയിൽ ഇതുപോലെ ചെറിയ പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാലപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കാനായിട്ട് അരി അരയ്ക്കേണ്ട, ഇടിയപ്പപ്പൊടി വെച്ചാണ് തയ്യാറാക്കുന്നത്. എളുപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനാദ്യം 2 ടേബിൾ സ്പൂൺ വറുക്കാത്ത റവ എടുക്കുക. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് കുറുകി നന്നായിട്ട് കട്ടിയാവുന്നവരെ വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ കട്ടയില്ലാണ്ട് കുറുക്കിയെടുക്കണം. എന്നിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം ഈ കൂട്ട് മിക്സിയിലേക്ക് നമുക്ക് മാറ്റാം. എന്നിട്ട് 1 കപ്പ് മേടിച്ച ഇടിയപ്പപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് അതേ പാത്രത്തിൽ ഒന്ന് ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കണം. മിക്സിയിൽ ഡയറക്റ്റാക്കി ഇട്ടെങ്കിൽ താഴെ പൊടി വെച്ച് കട്ടയാവും. അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് കലക്കിയെടുത്തതിന് ശേഷം മിക്സിയിലേക്ക് നമുക്കത് മാറ്റാം. 2.5 കപ്പോളം ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 തേങ്ങയിൽ നിന്നാണ് തേങ്ങാപ്പാൽ എടുത്തത്. ഇതുപോലെ ഒന്ന് കലക്കിയതിന് ശേഷം മിക്സിയിലേക്ക് പകരുകയാണെങ്കിൽ നമുക്ക് അരച്ചെടുക്കാനും എളുപ്പമാണ്. ഇതിൽ വെള്ളം ഞാൻ ഉപയോഗിക്കുന്നില്ല, തേങ്ങാപ്പാൽ കൊണ്ട് തന്നെ കലക്കിയെടുക്കുന്നത്. മിക്സിയിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും അവരവർക്ക് സ്വാദിനാവശ്യമുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡ്രൈ ഈസ്റ്റാണ് എടുക്കണമെങ്കിൽ അത് പൊങ്ങാനായിട്ട് വെച്ചിട്ട് പിന്നെ മാവിൻ്റെ കൂടെ കലക്കുക. ഇതുപോലെ നല്ല അയവിൽ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പൊങ്ങാൻ വയ്ക്കുന്നത് ആ പാത്രത്തിലേക്ക് ആ കൂട്ടൊന്ന് മാറ്റുക. നല്ല ഒഴുകുന്ന രീതിയിലായിരിക്കണം അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സി കലക്കിയെടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ കുറച്ചും കൂടെ ബാക്കി വെച്ചിട്ടുണ്ട്. 2 കപ്പാണ് ഇപ്പം എടുത്തിരിക്കുന്നത്. ആ 2 കപ്പിൽ ശകലം കൂടെ ബാക്കിയുണ്ട്, നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. 1/2 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പൊങ്ങി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്കതും കൂടെ കലക്കിയെടുക്കാം. ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് ഈ കൂട്ട് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കുക. പൊങ്ങുന്ന സമയം ചൂടാണോ തണുപ്പാണോ ക്ലൈമറ്റ് അനുസരിച്ച് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ടത് പുളിച്ച് പൊന്തിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. കലക്കിയെടുത്തതിന് ശേഷം മാവിൻ്റെ കട്ടി നോക്കിയിട്ട് ബാക്കിയുള്ള തേങ്ങാപ്പാൽ ആവശ്യാനുസരണം ചേർക്കുക. മാവ് പൊങ്ങിയപ്പം കട്ടിയായിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ നമുക്ക് ആവശ്യാനുസരണം ചേർക്കാം. ഇപ്പം ഞാൻ എടുത്ത 2.5 കപ്പ് പാലും ചേർത്തിട്ടുണ്ട്. മുഴുവനായിട്ട് എപ്പോഴും ചേർക്കേണ്ടി വരത്തില്ല, നോക്കിയിട്ട് ചേർക്കുക. ഇതുപോലെ നല്ല അയവിൽ മാവ് ഇരുന്നാൽ മതി. നമുക്ക് ആദ്യത്തെ അപ്പം ചുടുമ്പോൾ അറിയാം. അത് കട്ടിയാണെങ്കിൽ ശകലം കൂടെ ഒഴിക്കുക. ഇതിപ്പം മിനി പാലപ്പമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് ഇതുപോലെ ചെറിയ സ്പൂണിൽ മാവെടുത്ത് ഓരോരോ കുഴിയിലും 1 സ്പൂണോ ശകലം കൂടെ ഒഴിച്ച് ഇതുപോലെ നടുക്ക് 2 പ്രാവശ്യം ഒന്ന് അമുക്കി കൊടുക്കുക. അപ്പോൾ ആ സൈഡ് നല്ല ക്രിസ്പി ആയിട്ട് വരാനായിട്ട് അപ്പത്തിൻ്റെ സൈഡ് നമുക്ക് മൊരിപ്പിച്ചെടുക്കുകയും ചെയ്യാം. ഇതുപോലെ എല്ലാ കുഴിയിലും മാവ് ഒഴിച്ച ഉടനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ മാവും ഒഴിച്ചിട്ട് പ്രസ് ചെയ്യാൻ വരുമ്പോൾ ആദ്യത്തെ മാവ് കൂടുതൽ വെന്ത് പോവും. അപ്പോൾ സൈഡ് ഇതുപോലെ നേർപ്പിച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. മാവ് ഒഴിച്ച് ഉടനെ തന്നെ ഇതുപോലെ നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് അരിക് കിട്ടുകയും ചെയ്യും. ഇതൊരു മീഡിയം തീയിൽ വേവിച്ചെടുക്കുക. ഇതുപോലെ അരിക് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഒരു ചെറിയ സ്പൂണ് കൊണ്ട് പ്ലേറ്റിലേക്ക് മാറ്റുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് സൗകര്യമാണ്. വലിയ അപ്പത്തിനേക്കാളും ചെറിയ അപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ
അവർക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. നടുക്ക് ഇച്ചിരി കറി സ്പൂണ് കൊണ്ട് ഈ അപ്പത്തിൻ്റെ അകത്ത് തന്നെ ഒഴിച്ച് നമുക്കത് ഓരോരോ അപ്പം മുഴുവനായിട്ട് തന്നെ കുട്ടികളുടെ വായിൽ കൊടുക്കാനും പറ്റും. ഇതുപോലെ ബാക്കിയുള്ള അപ്പവും ചുട്ടെടുക്കുക. അരിക് നന്നായിട്ട് മൊരിഞ്ഞെടുക്കുമ്പോൾ ആദ്യം നമ്മൾ എടുത്തതുപോലെ അരിക് കഴിയുന്നതും പൊട്ടാതെ നമ്മൾ സൂക്ഷിച്ചെടുത്തേച്ചാൽ മതി. അപ്പം അതിൻ്റെ കാണാനും നല്ല ഭംഗിയാണ്. ഇതുപോലെ ബാക്കിയുള്ള അപ്പം ചുട്ടെടുക്കുക. ഇന്ന് ഇതിൻ്റെ കൂടെ വിളമ്പുന്നത് വെള്ളക്കടല കുക്കറിൽ എളുപ്പം തയ്യാറാക്കിയ കടലക്കറിയാണ്. വെള്ളക്കടലയ്ക്ക് പകരം കറുത്ത കടലയാണ് സാധാരണ എടുക്കുന്നത്. ഇന്നൊരു ചേഞ്ചിന് വെള്ളക്കടലയാണ് കറുത്ത കടലയ്ക്ക് പകരം എടുത്തത്. അതും പ്രഷർ കുക്കറിൽ നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കിയത്. റെസിപ്പിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.